ഷഅബ് അബി ത്വാലിബ് എന്നാണ് ഈ മലഞ്ചെരുവിന്റെ പേര് കേട്ടോ. ഷഅബ് അബി ത്വാലിബ്. ഖദീജ ബീവി മരണപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ മരണവും അബൂ ത്വാലിബിന്റെ മരണവും റസൂലിനെ വല്ലാതെ സ്വാധീനിച്ചു. റസൂലിന് വലിയ വേദന ഉണ്ടാക്കിയ മരണമാണത്. കാരണം ഈ റസൂലിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും റസൂലിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിങ്ങളെ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു റസൂലിന്റെ പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബ് മരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ നിന്ന് വഹീ കിട്ടി റസൂലിന് എല്ലാ സംരക്ഷണവും നൽകിയിരുന്ന ഖദീജ ബീവിയും മരണപ്പെട്ടു. അപ്പൊ റസൂലിനെ ഇനി ആക്രമിക്കാൻ ശത്രുക്കൾക്ക് വളരെ എളുപ്പമാണെന്ന് ശത്രുക്കൾ മനസ്സിലാക്കുകയും നിരന്തര പീഡനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിക്കുകയും ചെയ്തു. ആ വർഷത്തിന് പറയുന്ന പേരാണ് ആമുൽ ഹുസ്ന്. ഇവിടെ 6 മാസക്കാലമാണ് ഈ മലഞ്ചെരുവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുല്ലും അതുപോലെ തന്നെ ഈ പച്ചിലയും കഴിച്ച് ജീവിച്ചത്. മാത്രല്ല അന്നം കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരാളെയും അങ്ങോട്ട് കിടക്കാനും ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല. ആരെങ്കിലും ഇനി കൊണ്ടുപോയി കൊടുക്കണം എന്ന് വിചാരിച്ചാൽ റസൂലിന്റെ അടുത്തേക്ക് പോകാൻ ആരെയും അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരു ബഹിഷ്കരണ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം.